In the open course Environmental Chemistry, the first module is about Introduction to Environment and Environmental Pollution. In this module, you want to study about environment, environmental chemistry, different regions of environment, environmental pollution, what is meant by pollutant, what are the various types of pollutants, etc. So first of all, we want to study what is meant by environment. The word environment is derived from a word environ, which means surroundings. Surroundings എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുകൾ അല്ലേ, നമ്മുടെ ചുറ്റുപാടിനെയാണ് നമ്മൾ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. എൻവയോൺമെൻറ്റ് സിംപ്ലി മീൻസ് ദ സറൗണ്ടിങ്സ്. ദെൻ എന്തൊക്കെയാണ് നമ്മുടെ ചുറ്റുപാടുള്ളത്? ദ സറൗണ്ടിങ്സ് ഇൻക്ലൂഡ്സ് ഒബ്ജക്ട്സ്. Objects may be living and non-living things. ജീവനുള്ളവയും ജീവനില്ലാത്തതുമായ വസ്തുക്കൾ അല്ലേ, like plants, animals and objects like air, water, soil, etc. And regions and conditions. Conditions means climate അല്ലേ, പലതരത്തിലുള്ള ക്ലൈമറ്റുകളുണ്ട്. So that are the conditions and especially the circumstances of life of all living beings. എല്ലാ ലിവിങ് തിങ്സിനും ഇവിടെ ജീവിക്കാനുള്ള ആ സാഹചര്യം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ദ സറൗണ്ടിങ് ഒബ്ജക്ട്സ്, റീജിയൻസ്, കണ്ടീഷൻസ് ആൻഡ് എസ്പെഷ്യലി സർക്കംസ്റ്റൻസസ് ഓഫ് ലൈഫ് ഓഫ് ഓൾ ലിവിങ് ബീയിങ്സ്. സോ ഒന്നുകൂടി ഇലാബറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ, environment can be defined as the sum total of all social, economic, biological, physical and chemical factors which constitutes the surroundings. നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ സോഷ്യൽ, എക്കണോമിക്, ബയോളജിക്കൽ, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ഫാക്ടേഴ്സ്, അതാണ് എൻവയോൺമെൻറ്റ്. ആൻഡ് ദീസ് ഫാക്ടേഴ്സ് വിൽ ഇൻഫ്ലുവൻസ് ദ ലൈഫ് ഓഫ് ലിവിങ് ഓർഗാനിസം ഇൻ ഇറ്റ്സ് നാച്ചുറൽ ഹാബിറ്റാറ്റ്. ലിവിങ് തിങ്സിൻ്റെ ലൈഫിനെ ദീസ് ഫാക്ടേഴ്സ് വിൽ ഇൻഫ്ലുവൻസ്. സോ ആ ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. സോ എൻവയോൺമെൻറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി സം ടോട്ടൽ ഓഫ് ഓൾ സോഷ്യൽ, എക്കണോമിക്, ബയോളജിക്കൽ, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ഫാക്ടേഴ്സ് which constitute the surroundings and influence the life of living organisms in its natural habitat. Now we want to study environmental chemistry. Environmental chemistry is a branch of chemistry deals with the study of chemical phenomena in the environment. നമ്മുടെ എൻവയോൺമെൻറ്റിൽ നടക്കുന്ന കെമിക്കൽ ഫിനോമിനാസ്, അതിനെക്കുറിച്ച് പഠിക്കുന്ന കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ചാണ് എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി. ഇറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് കെമിക്കൽ ഫിനോമിന ഇൻ ദ എൻവയോൺമെൻറ്റ്. ഇനി അവിടെ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കണത്? there are various chemical species around us. നമുക്ക് ചുറ്റും കുറേ കെമിക്കൽ സ്പീഷീസ് ഉണ്ട് അല്ലേ. അതിൻ്റെ എങ്ങനെ ഉണ്ടാവുന്ന അവയുടെ ഒറിജിൻ, ഇറ്റ് സ്റ്റഡീസ് ഇൻക്ലൂഡ് ഒറിജിൻ, ട്രാൻസ്പോർട്ട്, റിയാക്ഷൻസ്. എന്തൊക്കെ റിയാക്ഷൻസ് ആണ് ഈ കെമിക്കൽ സ്പീഷീസ് തരുന്നത്? ആൻഡ് ദെയർ എഫക്ട്സ് ആൻഡ് ഫേറ്റ്സ്. എന്തൊക്കെ റിയാക്ഷൻസ് കാരണം എന്തൊക്കെ എഫക്റ്റാണ് എൻവയോൺമെൻറ്റിന് ഉണ്ടാവുന്നത്? അത്തരം കാര്യങ്ങളെല്ലാം പഠിക്കുന്നതാണ് എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി. So it deals with the study of chemical phenomena in the environment. It includes the study of origin, transport, reactions, effects and fates of chemical species in the environment. Now we want to study environmental segments. Our environment is divided into 4 segments like lithosphere, hydrosphere, biosphere and atmosphere. So first we want to study lithosphere. What is mean by lithosphere? It is the outer mantle of solid earth. Lithosphere എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ സോളിഡ് എർത്തിൻ്റെ ഔട്ടർ മാൻഡിൽ, ആ പുറം ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിത്തോസ്ഫിയർ. നമ്മുടെ മണ്ണ് അല്ലേ, സോയിൽ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മിനറൽസ് ഒക്കറിങ് ഇൻ എർത്ത് ക്രസ്റ്റ് ഇൻ ദ ഫോം ഓഫ് സോയിൽ, റോക്സ് എക്സെട്ര. ആ സോയിൽ, റോക്സ് അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന എൻവയോൺമെൻറ്റിൻ്റെ ഒരു പാർട്ടാണ് ലിത്തോസ്ഫിയർ. ഇറ്റ് ഈസ് ദ ഔട്ടർ മാൻഡിൽ ഓഫ് സോളിഡ് എർത്ത്. ഇറ്റ് കൺസിസ്റ്റ് of minerals occurring in the earth crust in the form of soil, rocks
etc. So first we want to check what are the components of soil. എന്തൊക്കെയാണ് നമ്മുടെ സോയിലുള്ളത്? It contains both abiotic and biotic substances. ബയോട്ടിക് അതായത് ജീവനുള്ള വസ്തുക്കളുണ്ട് അല്ലേ, ചില മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, പ്ലാന്റ്സ് ചെറിയ ചെറിയ സസ്യങ്ങൾ പ്ലാന്റ്സ് ഉണ്ട്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് അബയോട്ടിക് ആയിട്ടുള്ള മിനറൽസ്, ഇനോർഗാനിക് മിനറൽസുകളുണ്ട്, എയർ, വാട്ടർ, ഇതെല്ലാം ഉണ്ട് നമ്മുടെ സോയിലിൽ. സോ ഇറ്റ് കണ്ടെയ്ൻസ് ബോത്ത് അബയോട്ടിക് ആൻഡ് ബയോട്ടിക് സബ്സ്റ്റൻസസ്. And it includes inorganic minerals of about 45%. നമ്മുടെ സോയിൽ മണ്ണിൽ 45%ഉം ഇനോർഗാനിക് മിനറൽസുകളാണ്. ആൻഡ് എയർ 25%. നമ്മുടെ മണ്ണിൽ എയർ ട്രാപ്പ് ചെയ്ത് കിടക്കുന്നുണ്ട്. സോ എയർ കണ്ടെയ്ൻസ് 25%, വാട്ടർ 25%, ആൻഡ് ഓർഗാനിക് മൈക്രോ ഓർഗാനിസംസ് ചെറിയ പ്ലാന്റ്സ് അതെല്ലാം കൂടി 5%. സോ ദാറ്റ് ആർ ദ കമ്പോണൻസ് ഓഫ് സോയിൽ. Minerals, air, water, microorganisms. These are the major components of soil. Second segment is hydrosphere. Hydrosphere includes all types of waters. നമുക്ക് ചുറ്റുപാടുമുള്ള എല്ലാ വാട്ടർ റിസോഴ്സസിനെയാണ് നമ്മൾ ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ടോട്ടൽ എമൗണ്ട് ഓഫ് വാട്ടർ ഓൺ എർത്ത്. നമ്മുടെ ഭൂമിയിലുള്ള മുഴുവൻ വാട്ടർ അതിനെയാണ് എന്ത് പറയുന്നത്? ഹൈഡ്രോസ്ഫിയർ. ആൻഡ് ദ ഹൈഡ്രോസ്ഫിയർ ക്യാൻ ബി ലിക്വിഡ്, വേപ്പർ ഓർ ഐസ്. മൊത്തം ലിക്വിഡ് രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ വേപ്പർ രൂപത്തിലായിരിക്കാം, സോളിഡ് ആയിട്ടുള്ള ഐസ് രൂപത്തിലായിരിക്കും. ഈ മൊത്തം വാട്ടർ എമൗണ്ടിനെയാണ് നമ്മൾ ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്. Now we can check what are the important water resources. നമുക്കറിയാം നമ്മുടെ 75%ഉം വാട്ടറാണ് അല്ലേ. അതിൽ ഓഷ്യൻസ് കോൺട്രിബ്യൂട്ട്സ് 97%. ദാറ്റ് ഈസ് 97% ഓഫ് വാട്ടർ റിസൈഡ്സ് ഇൻ ഓഷ്യൻസ്. സോൾട്ട് വാട്ടറാണ്. നമ്മുടെ മൊത്തം വാട്ടറിൽ 97%ഉം ഓഷ്യൻസിലാണ്. ആൻഡ് 2% റിസൈഡ്സ് ഇൻ പോളാർ ഐസ് ക്യാപ്സ്. നമ്മുടെ പോളാർ റീജിയൺ അല്ലേ, പോളാർ റീജിയണിൽ ഐസായിട്ടാണ് വാട്ടർ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പോളാർ ഐസ് ക്യാപ്സ് കോൺട്രിബ്യൂട്ട് 2%. And the fresh water is only about 1%. And what are the freshwater resources? Rivers, lakes, ponds, streams, groundwater. ഇതെല്ലാം കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓൺലി 1% ആണ്. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ, വെള്ളം സർവത്ര തെല്ല് കുടിക്കാനില്ലത്രേ. ഇഷ്ടംപോലെ വെള്ളമുണ്ട്, പക്ഷേ നമുക്ക് ഉപയോഗപ്രദമായ വെള്ളം എന്ന് പറയുന്നത് ഓൺലി 1% ആണ്. ഓക്കെ, ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ കടന്നുകയറ്റം തന്നെയാണ് അല്ലേ. മനുഷ്യൻ പ്രകൃതിയിലേക്ക് കടന്നു കയറി, അപ്പോൾ പ്രകൃതിക്ക് ശോഭിക്കാതിരിക്കാൻ പറ്റില്ല. അതാണ് ഇന്നിപ്പോൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ പല നദികളുടെയും കടലുകളുടെയൊക്കെ അടുത്തുള്ള വീടുകളിലൊക്കെ നമുക്കറിയാം വെള്ളം കയറിയിട്ട് നമ്മൾ കാണുന്നുണ്ട് ടി വിയിൽ അല്ലേ. അപ്പോൾ വെള്ളം ധാരാളം ഉണ്ട്, പക്ഷേ നമുക്ക് ശുദ്ധമായ വെള്ളം എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഓക്കെ, അതാണ് ഹൈഡ്രോസ്ഫിയർ. ഇറ്റ് ഇൻക്ലൂഡ്സ് ടോട്ടൽ എമൗണ്ട് ഓഫ് വാട്ടർ ഓൺ എർത്ത്. നെക്സ്റ്റ് ഈസ് അറ്റ്മോസ്ഫിയർ. Atmosphere is the protective cover of gases surrounding the planet Earth. നമ്മുടെ എർത്തിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന ഈ ഗ്യാസസ്, പലതരത്തിലുള്ള ഗ്യാസസ്, അതിൻ്റെ ആ ഒരു കവറിനെയാണ്, ദാറ്റ് പ്രൊട്ടക്റ്റീവ് കവറിനെയാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. It is the protective cover of gases surrounding the planet Earth. And the gases that mainly consists of 78% nitrogen and 21% oxygen. നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ 78%ഉം നൈട്രജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്യാസാണ്, ആൻഡ് ഓക്സിജൻ 21%. And the rest 1% contain other gases such as carbon dioxide, argon, ozone, then small amounts of helium, neon, methane. സോ ഇതിനെല്ലാം കൂടിയാണ് നമ്മൾ എന്ത് പറയുന്നത്? അറ്റ്മോസ്ഫിയർ. നമ്മുടെ എർത്തിനെ കവർ ചെയ്തിരിക്കുന്ന ഒരു ഗ്യാഷ്യസ് എൻവലപ്പ്
അതിനെയാണ് എന്ത് പറയുന്നത്? അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അതിൽ മെയിൻലി നൈട്രജനും ഓക്സിജനുമാണ്. അതിനെ കൂടാതെ തന്നെ മറ്റ് ഗ്യാസസ് ഉണ്ട്. ദെൻ വാട്ടർ വേപ്പേഴ്സൊക്കെ ഉണ്ട് നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ. ഇതെല്ലാം കൂടിയാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് ദ മേജർ ഫങ്ഷൻസ് ഓഫ് അറ്റ്മോസ്ഫിയർ? Life on earth is possible only because of this atmosphere. അറ്റ്മോസ്ഫിയർ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ എർത്തിൽ ലൈഫ് പോസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ദ മെയിൻ ഏജൻറ്റ് ഫോർ ഫോട്ടോസിന്തസിസ്. നമ്മൾ അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് കാരണമാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത് അല്ലേ? പ്ലാന്റ്സിന് ഗ്രോ ചെയ്യണമെങ്കിൽ ഫോട്ടോസിന്തസിസ് ആവശ്യമുണ്ട്. ദെൻ ഇറ്റ് ഈസ് എ ക്രൂഷ്യൽ പാർട്ട് ഓഫ് വാട്ടർ സൈക്കിൾ. വാട്ടർ സൈക്കിൾ നമുക്കറിയാം, ഇങ്ങനെ പോൺസ്, റിവേഴ്സ്, വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത വാട്ടർ ക്ലൗഡായി മാറും. ദെൻ ക്ലൗഡ് അത് എന്ത് ചെയ്യുന്നു? റെയിനായിട്ട് വരുന്നു അല്ലെ? ഇങ്ങനെ ഒരു വാട്ടർ സൈക്കിൾ ഉണ്ട് നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ. സോ അറ്റ്മോസ്ഫിയർ ഈസ് ദ മേജർ പാർട്ട് ഓഫ് വാട്ടർ സൈക്കിൾ. ആൻഡ് ഇറ്റ് അബ്സോർബ് ഓൾ ഹാംഫുൾ സോളാർ റേഡിയേഷൻസ്. നമുക്കറിയാം സണ്ണിൽ നിന്ന് പലതരത്തിലുള്ള റേഡിയേഷൻസ് വരുന്നുണ്ട്. UV, IR, വിസിബിൾ ലൈറ്റ്, അങ്ങനെ പലതരത്തിലുള്ള റേഡിയേഷൻസ് വരുന്നുണ്ട്. അതിലെ ഹാംഫുൾ റേഡിയേഷൻസിനെ നമ്മളുടെ അറ്റ്മോസ്ഫിയർ തടഞ്ഞു നിർത്തുന്നുണ്ട്. ഇനി നിങ്ങൾ കൂടുതൽ പഠിക്കും. നമ്മളുടെ സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോൺ എന്ന് പറയുന്ന ഒരു ഗ്യാസ് ഉണ്ട്. ആ ഗ്യാസാണ് അൾട്രാ വയലറ്റ് റേഡിയേഷൻസിനെ തടഞ്ഞു നിർത്തുന്നത്. ഭൂമിയിലേക്ക് പതിക്കാതെ അതിനെ തടഞ്ഞു നിർത്തുന്ന ആളാണ് ഓസോൺ. ഓക്കെ, നിങ്ങൾ ഓസോൺ ഹോളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അത്തരം ഹാംഫുൾ സോളാർ റേഡിയേഷൻസിനൊക്കെ അത് അബ്സോർബ് ചെയ്തിട്ട് എർത്തിലേക്ക് വരുന്നത് അത് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഇറ്റ് മെയിൻറ്റെയിൻസ് തെർമൽ ബാലൻസ്. നമുക്കറിയാം പകൽ സമയത്ത് നമുക്ക് സണ്ണിൽ നിന്ന് വരുന്ന IR റേഡിയേഷൻസ് ആണ് ഹീറ്റ് പ്രൊഡ്യൂസിങ് റേഡിയേഷൻസ്. നമ്മൾ കുറച്ച് നേരം വെയിലത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ചൂട് അനുഭവപ്പെടും അല്ലേ? അതിനുള്ള റീസൺ IR റേഡിയേഷൻസ് ആണ്. അപ്പോൾ പകൽ സമയത്ത് നമ്മളുടെ എർത്തിൻ്റെ സർഫസ് നന്നായിട്ട് ഹോട്ടായി മാറും ബിക്കോസ് ഓഫ് ദീസ് IR റേഡിയേഷൻസ്. ദെൻ രാത്രി സമയത്ത് നമ്മളുടെ എർത്ത് സർഫസ് ഇതിനെ റീ എമിറ്റ് ചെയ്യും എന്ന് പറയുമ്പോൾ വന്ന IR റേഡിയേഷൻസിനെ അത് പുറത്ത് വിടും. അപ്പം നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് അല്ലേ? ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഈ IR റേഡിയേഷൻസിനെ തിരിച്ചു വരുന്ന നമ്മളുടെ എർത്തിൻ്റെ സർഫസിൽ നിന്നും തിരിച്ചു വരുന്ന IR റേഡിയേഷൻസിനെ കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്തിട്ട് ഇവിടെ തന്നെ നിർത്തും, പുറത്ത് വിടാതെ. അതായത് നമ്മൾ പ്ലാനറ്റിൽ നിന്ന് പുറത്തു പോവാതെ ഇവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തും. അങ്ങനെയാണ് തെർമൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് പകൽ സമയത്ത് നമുക്ക് സണ്ണിൽ നിന്ന് നേരിട്ട് IR റേഡിയേഷൻ കിട്ടുന്നതുകൊണ്ട് ഇവിടെ ഒരു ചൂട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. രാത്രി സമയത്ത് ഈ പുറത്ത് വിടുന്ന IR റേഡിയേഷൻസിനെ കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്തിട്ട് തെർമൽ ബാലൻസ് ഇവിടെ നടക്കുന്നു. എർത്തല്ലാതെ മറ്റ് പ്ലാനറ്റുകളുണ്ട് അല്ലേ? മറ്റ് പ്ലാനറ്റുകളിലൊന്നും പകൽ സമയത്ത് നല്ല ചൂട് അനുഭവപ്പെടും. രാത്രി സമയത്ത് വളരെ അധികം മൈനസിലേക്ക് അതിൻ്റെ ടെമ്പറേച്ചർ താഴാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ അഭാവം കാരണം. അപ്പം നമ്മളുടെ ഭൂമിയിൽ ഇങ്ങനെ ഒരു തെർമൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അറ്റ്മോസ്ഫിയർ. സോ ദാറ്റ് ഈസ് അബൌട്ട് അറ്റ്മോസ്ഫിയർ. Okay, so just we can sum up. That means today we learn about environment. Environment includes the surrounding objects, regions, conditions, and especially the circumstances of life of all living beings. And it is defined as the sum total of all social, economic, biological, physical and chemical factors which constitutes the surroundings and influence the life of living organism in its natural habitat. And next we checked environmental chemistry, and it deals with the study of chemical phenomena in the environment. It includes the study of origin, transport, reactions, effects and fates of chemical species in the environment. Next, we learned that environment is divided into 4 segments, and that include lithosphere, hydrosphere, biosphere and atmosphere. Lithosphere is the outer mantle of earth, and it consists of soils, rocks, etc. And these are the main constituents of soils like minerals, air, water, microorganisms. And
Hydrosphere, it includes all type of water resources, and the hydrosphere can be of any of the form like a liquid, vapor or ice, and these are the important water resources in which major sources are oceans, and 2% is only on polar ice caps, and only 1% is available as fresh water. The freshwater bodies are rivers, lakes, streams, groundwater, etc. And the biosphere is a part of earth, and it includes the life. It includes all living organisms and their environment. In biosphere, these things will live together and being depend on each other and also interact with the other segments of environment. And the last segment is atmosphere. It is the protective envelope of gases that surrounds the earth. It consists of mainly 78% of nitrogen, 21% of oxygen, and some other gases like carbon dioxide, argon, ozone, and traces of helium, neon, methane. And these are the functions of atmosphere. The life on earth is only possible because of this atmosphere, and atmosphere helps photosynthesis, and it is a crucial part of water cycle. It absorbs all harmful solar radiations and allow only visible near IR and UV radiation to fall on earth, and it maintains thermal balance on earth.